നമസ്കാരം, എല്ലാവർക്കും ആമേസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പാലൊഴിച്ച് മാങ്ങ ഇട്ട് വെച്ച നല്ല അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു തിക്നെസ്സിലുമാണ് ഈ ഒരു കറി റെഡിയാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിതെങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറി റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 4 പച്ചമുളക് നെടുകെ കീറിയതും കൂടി നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്, അതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് ഞെരടി നല്ല പോലെ അങ്ങ് തിരുമ്മിയെടുക്കണം. നല്ല പോലെ അത്യാവശ്യം ശക്തി ഉപയോഗിച്ച് തന്നെ തിരുമ്മിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ ഇതേപോലെ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല പോലെ കൈ വെച്ചിട്ട് നമ്മളിത് തിരുമ്മിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3-ാം തേങ്ങാപ്പാൽ, ഞാനൊരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 3-ാം പാൽ 1 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നല്ല പോലെ ഈ ഒരു സവാളയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരേക്കും നമുക്ക് മൂടി വെച്ചിട്ട് നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെന്ത് വരുന്നത് വരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3-ാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 2-ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പ് അളവിൽ 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല പോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നാലാണ് നല്ല തിക്കായിട്ട് നമ്മുടെ കറി ഉണ്ടാവുള്ളൂ, അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2-ാം തേങ്ങാപ്പാൽ ചേർത്തിട്ട് കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2-ാം പാൽ ചേർത്ത് കറി ഒന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കേരയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആയിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. 1 കിലോ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ കേര മീൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു കറിയിൽ കുടപ്പുളിയല്ല ചേർക്കുന്നത്, മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് എന്തോരം പുളി വേണം, അതേപോലെ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കുറച്ച് വലിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് മാങ്ങയൊക്കെ ഒന്ന് ഒരു ചാറിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് മൂടി വെച്ച് നല്ല പോലെ അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കറിയൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ കയ്യിലിട്ടിട്ട് ഒരുപാട് കുത്തി ഇളക്കരുത്, അങ്ങനെയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർക്കുന്നുണ്ട്. അത് ഒരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ ഈ ഒരു പാൽക്കറിയിലൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ മാങ്ങയ്ക്ക് ഒരുപാട് പുളി ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു 2-ാം പാൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്, 1 കപ്പ് അളവിൽ. അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ കറിയിലെ സൈഡിലൊക്കെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 കപ്പ് അളവിൽ. അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരാം. ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേനും ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. ഇപ്പോൾ മൺചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം.
അപ്പോൾ നമുക്ക് കറിയിലേക്ക് താളിച്ച് ഒഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ വട്ടത്തിലരിഞ്ഞ് ചുവന്നുള്ളി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല പോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കിതിലേക്ക് അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സ്വാദിഷ്ടമായ നല്ല തിക്കായിട്ടുള്ള നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മാങ്ങയിട്ട് കറി വെച്ചിട്ടുള്ള നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും ഒന്നും കൂടി തിക്കായി വരത്തേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇരിക്കുന്തോറും ഒന്നും കൂടി തിക്കായി വരത്തേ ഉള്ളൂ. അപ്പോൾ അടുത്ത അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ, താങ്ക്